കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ S5ൻ്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കി സബ്ജക്റ്റുകളുടെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ സിലബസ് മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പ്രോബ്ലംസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ പല വർഷങ്ങളിലെയും റിയൽ അനാലിസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 15 മാർക്കിൻ്റെ എസ്എ സെക്ഷനുകളിലൊക്കെ ഒരുപാട് തിയറികളായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു എക്സാമിന് വളരെ വ്യത്യസ്തമായിട്ട് കൂടുതൽ പ്രോബ്ലംസ് ആണ്, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ പാടായിരുന്നു എന്ന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയവും കോംപ്ലക്സ് ആണെങ്കിലും റിയൽ ആണെങ്കിലും അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ്ലി പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള 2 പേപ്പറുകളാണ്, ലീനിയർ ആൾജിബ്രയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും. അതിൽ തന്നെ ലീനിയർ ആൾജിബ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം വരെ അത് S6 ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് പോയാൽ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ S5ലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് കാര്യമില്ല. S6 കഴിഞ്ഞ വർഷം വരെ എന്തുണ്ടായിരുന്നത്, ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ടെക്സ്റ്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും അതൊരു പ്രോബ്ലം പേപ്പറായിരുന്നു. തിയറീസ് വളരെ കുറവായിരുന്നു, തിയറീസിനൊന്നും പ്രൂഫ് ഇല്ലായിരുന്നു. അപ്പോൾ ആ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ തിയറൊക്കെ ജസ്റ്റ് വായിച്ചിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു പേപ്പറിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ലീനിയർ ആൾജിബ്രയ്ക്കകത്ത് ഒരുപാട് തിയറങ്ങൾക്ക് പ്രൂഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം ഫുൾ പ്രോബ്ലം പേപ്പർ ആയിരുന്ന ലീനിയർ ആൾജിബ്ര ഈ വട്ടം ഒരുപാട് തിയറീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ തിയറത്തിൻ്റെ പ്രൂഫുകളൊക്കെ പഠിക്കണം. പക്ഷേ എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇപ്പോൾ റിയൽ അനാലിസിൽ പോലും കൂടുതൽ പ്രോബ്ലംസ് ചോദിച്ചതുകൊണ്ട് ലീനിയർ ആൾജിബ്രയിൽ മോസ്റ്റ് ഓഫ് പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കാൻ ചാൻസ്. പ്രോബ്ലംസ് തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ പാസ്സാവാൻ വേണ്ടി ആഗ്രഹമുള്ള അത്രയും ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളവരൊക്കെ എന്തായാലും പ്രോബ്ലം മാത്രം പഠിച്ചാൽ മതി. തിയറത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുള്ളൊരു തിയറും കൂടി പഠിച്ചു പോവുക. തിയറം എന്തായാലും ചോദിക്കും, കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം, ലീനിയർ ആൾജിബ്രയുടെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വെറും 10 മണിക്കൂറത്തെ റെക്കോർഡ് ക്ലാസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു പേപ്പറിന് 1500 രൂപയായിരിക്കും ക്ലാസ്സിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ട്സ് അവൈലബിൾ ആണ്. നോട്ട്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നോട്ടില്ല, ലീനിയർ ആൾജിബ്രയുടെ നോട്ട്സ് അവൈലബിൾ ആണ്. അതിന് ഫുൾ നോട്ട്സിന് 500 രൂപയായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത്. അതേപോലെ നമ്മൾ S6ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. S5 കഴിഞ്ഞാൽ ഉടൻ തന്നെ S6ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ S6ൻ്റെ ക്ലാസ്സിന് വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പേപ്പറിന് നമുക്ക് 2000 രൂപയാണ് വരുന്നത്. ഇപ്പോൾ 2000 റുപ്പീസിൽ പക്ഷേ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് 1299 രൂപയ്ക്ക് ഒരു പേപ്പർ കിട്ടും. 1299 രൂപയ്ക്ക് ഒരു പേപ്പർ കിട്ടും. അത് ഡിസംബർ 31 വരെ വാലിഡ് ആയിട്ടുള്ള ഓഫറാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് പേയ്മെൻറ്റ് അടച്ച് ഡിസംബർ 31-നുള്ളിൽ S6ൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ കോഴ്സ് ലഭിക്കും. ഒരു പേപ്പറിൻ്റെ ഫുൾ കോഴ്സ് ഇത്രയും ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ 4 പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു പേപ്പർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് 5 പേപ്പറിന് 5 × 1299 അല്ല, 4 × 1299 അത്രയും എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ, ഫുൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഡിസംബർ 31-ന് മുൻപാണെങ്കിൽ ഈ 4 പേപ്പറിനും കൂടി അത്രയും പൈസ ആവുന്നുള്ളൂ. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഒരു 5200 രൂപ. 5200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് പഠിക്കാം, 4 പേപ്പറും പഠിക്കാൻ പറ്റും. അത് എല്ലാവരും ഒന്ന് കൊടുക്കുന്ന ഓഫറല്ല. 2000 രൂപ വെച്ചാണെങ്കിൽ 4 പേപ്പറിന് 8000 രൂപയാകും. ഇപ്പോൾ ഡിസംബർ 31-ന് കംപ്ലീറ്റ് ഫീസ് അടയ്ക്കുവാണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് S6 കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാം. ഓക്കെ, അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ലീനിയർ ആൾജിബ്രയിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് വെക്റ്റർ സ്പേസ് ആൻഡ് സബ് സ്പേസ് ഡെഫിനിഷൻ. ഒരു കാര്യം കൂടി പറയാം, ഫസ്റ്റ് മൊഡ്യൂളിലുള്ള അതേപോലെ തന്നെയാണ് തേർഡ് മൊഡ്യൂളിലും. ഫസ്റ്റ് മൊഡ്യൂൾ RNലാണ് പറയുന്നതെങ്കിൽ തേർഡ് മൊഡ്യൂൾ അതിൻ്റെ ജനറൽ കേസാണ്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളിൽ പലതും തേർഡ് മൊഡ്യൂളിൽ അതേപോലെ വരും എന്നുള്ളതുകൊണ്ട് തേർഡ് മൊഡ്യൂളിൽ ഞാൻ അത്രയും ഫോക്കസ് ചെയ്ത് എഴുതിയിട്ടില്ല. ഓക്കെ, ഇതൊക്കെ തേർഡ് മൊഡ്യൂളിലുള്ളതാണ്. വെക്റ്റർ സ്പേസ് ആൻഡ് സബ് സ്പേസ് ഡെഫിനിഷൻ. പിന്നെ വേരിഫൈ സബ് സ്പേസ്, അതായത് ഒരു സെറ്റ് തന്നിട്ട്, ഒരു വെക്റ്റർ സ്പേസ് തന്നിട്ട് അതിൻ്റെ ഒരു സബ്സെറ്റ് തന്നിട്ട് ഇത് സബ് സ്പേസ് ആണോ അല്ലയോ എന്ന് പ്രോബ്ലമായിട്ട് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ സ്പാനിങ് സെറ്റ് ഈസ് എ സബ് സ്പേസ് എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. ആ തിയറം പഠിക്കണം. എന്താണ് സ്പാനിങ് സെറ്റ് എന്ന് പഠിക്കണം. സ്പാൻ ചെയ്താൽ സബ് സ്പേസ് ആകും എന്നുള്ളത് തിയറം ഉണ്ട്. പിന്നെ 3 സബ് സ്പേസുകളെ പറ്റിയിട്ടാണ്. ഇതും 3ാമത്തെ മൊഡ്യൂളിലുള്ളതാണ്. ഇതെല്ലാം 3ാമത്തെ മൊഡ്യൂളിലുള്ളതാണ്. 3 സബ് സ്പേസുകളുണ്ട്. എന്താണ് നൾ സ്പേസ് ഓഫ് എ മെട്രിക്സ്, എന്താണ് റേഞ്ച് സ്പേസ് ഓഫ് എ മെട്രിക്സ്, എന്താണ് റോ സ്പേസ് ഓഫ് എ മെട്രിക്സ്, ഡെഫിനിഷൻ പഠിക്കണം. അതെല്ലാം സബ് സ്പേസ് ആണെന്ന് തിയറം പറയുന്നുണ്ട്, ആ തിയറം പഠിക്കണം. പിന്നെ നൾ സ്പേസ് കണ്ടുപിടിക്കുക, റേഞ്ച് സ്പേസ് കണ്ടുപിടിക്കുക, റോ സ്പേസ് കണ്ടുപിടിക്കുക മുതലായ പ്രോബ്ലംസും പഠിക്കണം. ക്ലിയർ ആണ്?
നെക്സ്റ്റ് ബേസിസ് എന്താണ്? നമുക്കറിയാം ഒരു വെക്റ്റർ സ്പേസിനകത്ത് ഒരു കളക്ഷൻ ഓഫ് വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുകയും ആ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുകയും ആ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ വരുന്ന ആ കളക്ഷനെയാണ് നമ്മൾ ബേസിസ് എന്ന് വിളിക്കുന്നത്. ബേസിസിലെ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് യുണീക്ക് ആണെന്ന് പറഞ്ഞൊരു തിയറം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിയറം എക്സാമിന് ചോദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബേസിസ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് വെറുതെ ഒരു വെക്റ്റർ സ്പേസ് തരുന്നു, ആ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കുക. ആ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കുമ്പോൾ അതുവഴി വരുന്ന മറ്റൊരു ചോദ്യമാണ് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. എന്താണ് ഡയമെൻഷൻ എന്ന് നമുക്കറിയാം. ബേസിസിൽ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ആണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിസ് കണ്ടുപിടിക്കുക, ഡയമെൻഷൻ കണ്ടുപിടിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അതേപോലെ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറംസും പ്രോബ്ലംസും ഒക്കെ ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, ബേസിസ്, ഡയമെൻഷൻ, റാങ്ക്, ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓർത്തോഗണാലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കുക, ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്താണെന്ന് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ്. ഇത് ഉറപ്പായിട്ടും ചോദിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഗ്രാം സ്മിത്ത് പ്രോസസ്സ് ഉപയോഗിച്ച് കുറച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബേസിസിലെ വെക്ടേഴ്സിനെ ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് മാറ്റുക. അല്ലെങ്കിൽ ഒരു വെക്ടർ സ്പേസ് നിങ്ങൾക്ക് തരും, നിങ്ങൾ അതിൻ്റെ ബേസിസ് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ ഓർത്തോഗണൽ ബേസിസ് കണ്ടുപിടിക്കണം. ക്ലിയർ? പിന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനൊന്നുമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനിഷൻ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെന്ന് പ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ കുറേ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റേഞ്ച്, സ്പേസ്, അതിൻ്റെ ഡയമെൻഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ മെട്രിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ മെട്രിക്സ് ആയിട്ട് മാറ്റുക, ഒരു മെട്രിക്സിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് മാറ്റുക. ഈ വക കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 നമ്മൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. 2x2 മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് മാത്രമാണെങ്കിൽ 2 മാർക്ക്, 2x2 മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് ആണെങ്കിൽ 4 മാർക്ക്. ഇങ്ങനെ ആയിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെ ആയിരിക്കും. അതേപോലെ തന്നെ 3x3 മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് മാത്രമാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. അതേപോലെ തന്നെ 3x3 മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും 15 മാർക്കിനെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ചിലപ്പോൾ 4 മാർക്കിൽ ഉൾപ്പെടുത്താം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, രണ്ടും പഠിക്കണം. 2x2 മെട്രിക്സിൽ എളുപ്പമാണ്, 3x3 മെട്രിക്സും പഠിച്ചു വെക്കണം. പിന്നെ നിങ്ങളോട് ചോദിക്കും ഒരു മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കുക, എന്നിട്ട് ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ചിലപ്പോൾ എന്നിട്ട് ഏഗൻ വെക്ടേഴ്സ് കൂടി കണ്ടുപിടിക്കുക. ഇതൊക്കെ 15 മാർക്കിന് വരെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഏഗൻ സ്പേസ് ഡെഫിനിഷൻ പഠിക്കുക. ഏഗൻ സ്പേസ് എന്താണ്? ഏഗൻ സ്പേസ്, ഏഗൻ സ്പേസ് കണ്ടുപിടിക്കാൻ പഠിക്കുക, അല്ലേ? അതായത് നൾ സ്പേസ് ഓഫ് A-λI, അതാണ് ഏഗൻ സ്പേസ് എന്ന് പറയുന്നത്. നൾ സ്പേസ് ഓഫ് A-λI ആണ് ഏഗൻ സ്പേസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ പഠിക്കാം. ഇനി ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ആൻഡ് ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് അൻ ഏഗൻ വാല്യൂ. അപ്പോൾ നിങ്ങളടുത്ത് എക്സാമിന് ചോദിക്കും, ഒരു മെട്രിക്സ് തരും, ആ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓരോ ഏഗൻ വാല്യൂസിൻ്റെയും ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയും ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും കണ്ടുപിടിക്കുക. വേണമെങ്കിൽ ചോദിക്കാം അതെല്ലാം കഴിഞ്ഞിട്ട് അതൊരു ഡിഫക്റ്റീവ് മെട്രിക്സ് ആണോ? അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഡിഫക്റ്റീവ് മെട്രിക്സ് 1 മാർക്കിൻ്റെ ഡെഫിനിഷനിലായിരിക്കും വരാൻ ചാൻസ്. ഡിഫക്റ്റീവ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനകത്ത് ഒരു ഏഗൻ വാല്യൂവിനെങ്കിലും ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കിയേക്കുക. കൂടുതലായിട്ട് വരുവാണെങ്കിൽ ആ മെട്രിക്സിനെ ഡിഫക്റ്റീവ് മെട്രിക്സ് എന്ന് വിളിക്കാം. പിന്നെ ദാ കിടക്കുന്നു 15 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ, ഡയഗണലൈസേഷൻ. ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തരും, ആ മെട്രിക്സിനെ ഡയഗണലൈസ് ആയിട്ട് എഴുതുക. അതായത് അതിൻ്റെ മെട്രിക്സ് എഴുതുക, മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക, ആ ഏഗൻ വെക്ടേഴ്സ് ഉപയോഗിച്ച് എസ് എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കുക, എസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ആ ഏഗൻ വാല്യൂസ് ഉപയോഗിച്ചൊരു ഡയഗണൽ മെട്രിക്സ് ഉണ്ടാക്കുക, എന്നിട്ട് A = S ഇൻവേഴ്സ് AS എന്ന് എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 വരുമ്പോൾ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതുപോലെ തന്നെ വെക്ടർ സ്പേസ്, സബ് സ്പേസ്, സ്പാനിങ് സെറ്റ്, ലീനിയർ ഇൻഡിപെൻഡൻസ്, ബേസിസ്, ഡയമെൻഷൻ, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ്, പ്രോബ്ലംസ്, തിയറംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഒന്നിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കാണുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ വീഡിയോസ് കൂടുതൽ ഇടാനായിട്ടും ഇപ്പോൾ S6-ലും ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കാം. താങ്ക് യു.